എങ്ങുമെത്താതെ ഒതുക്കി കളയുമായിരുന്ന ജീവമാതാ കാരുണ്യ ഭവനിലെ വൃത്തികേടുകള് അല്ലെങ്കിൽ മനുഷ്യാവകാശ ലംഘനങ്ങൾ പൊതുജനത്തിന് മുന്നിൽ എത്തിച്ചതിന് മലയാളത്തിലെ യൂട്യൂബേഴ്സിനുള്ള പങ്ക് വളരെ വലുതാണ്. ഒന്നോ രണ്ടോ പേര് ആരോപണങ്ങൾ ഉന്നയിച്ച് നിരാശരായി പോകേണ്ടിയിരുന്നിടത്ത് യൂട്യൂബേഴ്സ് ഒന്നടങ്കം ഏറ്റുപിടിച്ച് വലിയൊരു തട്ടിപ്പിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവന്നു. ഒരു ട്രസ്റ്റിന്റെ സാധാ പിരിവുകാരിയായിരുന്ന അമ്പിളി എന്ന കൊല്ലം പത്തനാപുരം കുണ്ടയം സ്വദേശിനി ജീവമാതാ കാരുണ്യ ഭവൻ എന്ന സ്ഥാപനത്തിന്റെ നടത്തിപ്പുകാരിയായി ഉയർന്നതിന് പിന്നിലെ അവിശുദ്ധ ബന്ധങ്ങളെക്കുറിച്ചും പ്രവൃത്തികളെക്കുറിച്ചും ധാരാളം ആരോപണങ്ങൾ ഉയർന്നു. മരണപ്പെട്ടു പോയ തന്റെ മുൻ ഭർത്താവിന്റെ സ്വപ്ന സാക്ഷാത്കാരങ്ങളുടെ ഭാഗമായാണ് ജീവമാതാ കാരുണ്യ ഭവൻ എന്ന സ്ഥാപനത്തിന്റെ നടത്തിപ്പുകാരിയായി തനിക്ക് മാറേണ്ടി വന്നതെന്ന് ഉദയ ഗിരിജ അവകാശപ്പെടുന്നു. പക്ഷേ അമ്പിളിയിൽ നിന്ന് ഉദയ ഗിരിജയിലേക്കുള്ള വളർച്ച പലരുടെയും ജീവിതം നശിപ്പിച്ചുകൊണ്ടായിരുന്നു എന്നതാണ് അവർക്കെതിരെയുള്ള പ്രധാന ആരോപണം. മുൻ ഭർത്താവ് അനിൽ ഉദയ ഗിരിജയുടെ കാമുകന്റെ കുത്തേറ്റ് കൊല്ലപ്പെട്ടെന്നും 19 വയസ്സുള്ള ബിജു എന്ന ചെറുപ്പക്കാരനുമായി ഇവർ പ്രണയബന്ധത്തിലായിരുന്നെന്നും ബന്ധത്തിൽ നിന്ന് ഉദയ ഗിരിജ പിന്മാറിയതിന്റെ മനോവിഷമം മൂലം ആ പയ്യൻ ആത്മഹത്യ ചെയ്തെന്നും പത്തനാപുരം പോലീസ് സ്റ്റേഷനിൽ അമ്പിളി എന്ന ഉദയ ഗിരിജയ്ക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി എന്നൊക്കെയുമുള്ള അതിഗുരുതരമായ ആരോപണങ്ങളാണ് ഉദയ ഗിരിജയുടെ നാട്ടുകാർ ഇവർക്കെതിരെ ഉന്നയിക്കുന്നത്. ഇവർക്കെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളെല്ലാം സത്യമാണെന്ന് തെളിയിച്ചുകൊണ്ട് ഉദയ ഗിരിജയും അവരുടെ മകൻ വിഷ്ണുവും ഇപ്പോൾ ഒളിവിൽ പോയിരിക്കുകയാണ്. ജീവമാതാ കാരുണ്യ ഭവനിലെ അന്തേവാസികളുടെ പേരിൽ വലിയ തുകകൾ പല സ്പോൺസർമാരിൽ നിന്ന് ഇവർക്ക് ലഭിക്കുന്നുണ്ട്. ഈ തുകകൾ അന്തേവാസികളുടെ ഉന്നമനത്തിനായി ഉപയോഗിക്കാതെ സ്വന്തം ആവശ്യങ്ങൾക്ക് ഉദയ ഗിരിജ ഉപയോഗിക്കുകയായിരുന്നു. തന്റേടിയായ എന്തും നേടിയെടുക്കാമെന്ന് വിശ്വസിക്കുന്ന അല്പസ്വല്പം കള്ളത്തരങ്ങളൊക്കെയുള്ള ഒരു സ്ത്രീയുടെ കയ്യിലേക്ക് അളവില്ലാത്ത രീതിയിൽ പണം എത്തിച്ചേർന്നാലുള്ള അവസ്ഥ ഊഹിക്കാവുന്നതാണ്. ജീവമാതാ കാരുണ്യ ഭവനത്തിന്റെ പേരിൽ ലഭിച്ചുകൊണ്ടിരുന്ന പണം സ്വന്തം ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ തുടങ്ങിയതോടെ ഉദയ ഗിരിജ എന്ന സ്ത്രീ അവിടുത്തെ അന്തേവാസികളോട് ചെയ്തിരുന്നത് മനുഷ്യത്വരഹിതമായ പ്രവൃത്തികളായിരുന്നു. പഴകിയ ഭക്ഷണ സാധനങ്ങൾ കഴിക്കാൻ നൽകിയും ആവശ്യത്തിന് വസ്ത്രം നൽകാതെയും കുട്ടികളെ അടക്കം അവർ ഉപദ്രവിച്ചു. ചോദ്യം ചെയ്തവരെ ആർക്കും വേണ്ടാത്തവരെന്ന് പറഞ്ഞ് വേദനിപ്പിക്കുകയും ദേഹോപദ്രവം ഏൽപ്പിക്കുകയും ചെയ്തു. ജീവമാതാ കാരുണ്യ ഭവനത്തിലെ അന്തേവാസിയായിരുന്ന ലക്ഷ്മിയുടേതുൾപ്പെടെ പലരുടെയും മരണം സംശയദൃഷ്ടിയിലായി. വേണ്ട ചികിത്സയും ഭക്ഷണവും ലഭിക്കാതെയാണ് ജീവമാതാ കാരുണ്യ ഭവനത്തിലെ അന്തേവാസികളിൽ പലരും മരണപ്പെട്ടതെന്ന ആരോപണവും ഇതോടെ ശക്തമായി. നമ്മൾ എത്രയൊക്കെ ഒളിപ്പിച്ചു വെച്ചാലും ചില കാര്യങ്ങൾ അതിൻ്റെതായ സമയത്ത് തന്നെ പുറത്തു വരും. ഒരിക്കലും പുറം ലോകം അറിയില്ലെന്ന് കരുതി ചെയ്തു കൂട്ടുന്ന ദ്രോഹങ്ങള് വെളിച്ചത്ത് കൊണ്ടുവരാൻ ചില ആളുകൾ അല്ലെങ്കിൽ ചില പ്രവൃത്തികൾ കാരണമായേക്കാം. തട്ടിപ്പും വെട്ടിപ്പുമായി സുഖജീവിതം നയിച്ചു വന്ന ഉദയ ഗിരിജയുടെ പ്രതീക്ഷകൾക്ക് മേലേറ്റ പ്രഹരമായിരുന്നു മകൻ വിഷ്ണുവിനാൽ ജീവമാതാ കാരുണ്യ ഭവനത്തിലെ അന്തേവാസിയായിരുന്ന അനാമിക എന്ന പെൺകുട്ടി ഗർഭിണിയായത്. നല്ല സ്ത്രീധനമൊക്കെ വാങ്ങിച്ച് മകനെ കെട്ടിക്കാന്ന് സ്വപ്നം കണ്ട ഉദയ ഗിരിജ മകന് മുൻപ് ഇതേ സ്ഥാപനത്തിലെ തന്നെ അന്തേവാസിയുമായി ഉണ്ടായിരുന്ന പ്രണയബന്ധം പോലും തടഞ്ഞിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് അനാമികയുമായി വിഷ്ണു പ്രണയത്തിലാവുന്നതും അനാമിക ഗർഭിണിയാവുന്നതും. ഈ ഉദയ ഗിരിജ ഇരുവരുടെയും വിവാഹത്തിന് സമ്മതിക്കാത്തത് കൊണ്ട് തന്നെ അനാമികയും വിഷ്ണുവും ഒളിച്ചോടിയിരുന്നു. തുടർന്ന് മറ്റു മാർഗങ്ങളൊന്നും ഇല്ലാതായതോടെയാണ് ഇവരെ വിളിച്ചു വരുത്തി വിവാഹം കഴിപ്പിക്കുന്നത്. പക്ഷെ ആ വിവാഹവും അനാഥ പെണ്ണിന് ജീവിതം കൊടുത്തെന്ന ക്രെഡിറ്റിനു വേണ്ടി ഉദയ ഗിരിജ ഉപയോഗിച്ചു. മകൻ ഗർഭിണിയാക്കിയ പെണ്ണിനെ മനസ്സില്ലാ മനസ്സോടെ മരുമകളാക്കിയിട്ട് മാധ്യമങ്ങൾക്ക് മുന്നിലിരുന്ന് തന്റെ മഹാമനസ്കതയെക്കുറിച്ച് ഉദയ ഗിരിജ വാചാലയായി. ഒരുപക്ഷെ ഈ ഒരു വിവാഹത്തോടെയാണ് ഉദയ ഗിരിജയുടെ തട്ടിപ്പും വെട്ടിപ്പും കണ്ട് മനം മടുത്തവര് അവർക്കെതിരെ പ്രതികരിക്കാൻ തീരുമാനിച്ചതെന്ന് വേണമെങ്കിൽ പറയാം. ഇതിനിടയിൽ ഉദയ ഗിരിജ വീണ്ടും വിവാഹിതയായി. അനാമിക വിഷ്ണു എന്ന അവരുടെ യൂട്യൂബ് ചാനലിലൂടെ അവരുടെ ലൈഫിൽ ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ അവർ വീഡിയോകളായി ഇട്ടു തുടങ്ങി. അതിന് അത്യാവശ്യം നല്ല സബ്സ്ക്രൈബേഴ്സും കാഴ്ചക്കാരും ഒക്കെ ഉണ്ടായി തുടങ്ങി. എല്ലാവരും, അതായത് അവരുടെ കഥകൾ അറിയാത്ത പലരും അവരെ സ്നേഹിക്കാനും അവരെ സപ്പോർട്ട് ചെയ്യാനും തുടങ്ങി. വിവാഹത്തിന് മുന്നേ ഗർഭിണിയായ അനാമിക അത് മറച്ചു വെച്ചുകൊണ്ട് യൂട്യൂബ് വരുമാനത്തിന് വേണ്ടി അവരെ സ്നേഹിച്ച് സപ്പോർട്ട് ചെയ്തവരെ മണ്ടന്മാരാക്കി വീഡിയോകൾ ചെയ്തതോടെ സത്യം അറിയാവുന്ന കുറച്ചു പേര് ഇവർക്കെതിരെ രംഗത്ത് വന്നു. അതോടെ മണി പവർ കൊണ്ടും മസിൽ പവർ കൊണ്ടും ഉദയ ഗിരിജയും ശിങ്കടികളും കൂടി ഭയപ്പെടുത്തി വെച്ചിരുന്ന പലരുടെയും നാവുകള് ഇവർക്കെതിരെ സംസാരിച്ചു തുടങ്ങി. ഉദയ ഗിരിജി എന്ന സ്ത്രീയുടെ ദുർനടപ്പിന്റെയും അന്തേവാസികൾക്ക് വന്നിരുന്ന ഫണ്ട് അടിച്ചു മാറ്റി ആർഭാട ജീവിതം നയിച്ചിരുന്നതിന്റെയും എല്ലാം കഥകള് ഓരോന്നോരോന്നായി പുറത്തു വന്നു. യൂട്യൂബേഴ്സ് ഏറ്റുപിടിച്ചത് കൊണ്ട് മാത്രമാണ് ഇവരുടെ കള്ളത്തരങ്ങൾ ഇത്രയെങ്കിലും പുറം ലോകം അറിഞ്ഞതെന്ന് നിസ്സംശയം പറയാം. ആരെങ്കിലും ഒന്ന് തുമ്മിയാൽ പോലും അത് വാർത്തയാക്കുന്ന മാധ്യമങ്ങൾ പക്ഷേ കുറെ ദിവസത്തേക്ക് ജീവമാതാ കാരുണ്യ ഭവനത്തെ കുറിച്ചോ ഉദയ ഗിരിജയ്ക്കെതിരെയോ കമാന്നൊരക്ഷരം മിണ്ടിയില്ല. പിന്നെ എന്തെങ്കിലും ഒരു റിപ്പോർട്ട് കൊടുക്കാതെ വയ്യ എന്ന അവസ്ഥ വന്നപ്പോ പത്തനാപുരത്തെ സ്വകാര്യ അനാഥാലയം എന്ന പേരിൽ മാത്രം വളരെ ചെറിയ കോളങ്ങളിൽ വല്ലപ്പോഴും എന്തെങ്കിലും വാർത്തകൾ വരാൻ തുടങ്ങി. അപ്പോഴും ഉദയ ഗിരിജ എന്ന പേര് പറയാൻ മാത്രം മാധ്യമങ്ങൾ മടിച്ചു.
കൊലപാതകവും അവിഹിതവും മുതൽ കൊച്ചിന്റെ ചോറൂണ് വരെ വാർത്തയാക്കുന്ന ചില ഓൺലൈൻ മാധ്യമങ്ങളും ഈ വാർത്ത മുക്കി. മറുനാടൻ മലയാളിയിൽ ഒരുമാതിരപ്പെട്ട വാർത്തകളെല്ലാം അവതാരകനും നടത്തിപ്പുകാരനുമായ ഷാജൻ സ്കറിയ കൈകാര്യം ചെയ്യാറുണ്ട്. പക്ഷെ ഈ വിഷയത്തിൽ ഷാജൻ സ്കറിയയ്ക്കും മിണ്ടാട്ടമില്ല. ആരോരുമില്ലാത്ത പാവങ്ങളോട് മാക്സിമം ക്രൂരത ചെയ്തിട്ടും ഉദയ ഗിരിജ എന്ന സ്ത്രീ ഇപ്പോഴും സ്വൈര്യവിഹാരം നടത്തുന്നുണ്ടെങ്കിൽ ഉറപ്പാണ് അവർക്ക് പിന്നിൽ പിടിപാടുള്ള സ്വാധീനമുള്ള പല കൈകളുമുണ്ടെന്ന്. രാത്രികാലങ്ങളിൽ ഉദയ ഗിരിജയുടെ അടുത്ത് ചില സ്പോൺസർമാർ വന്നു പോകുന്നുണ്ടെന്ന് അവിടുത്തെ ഒരു അന്തേവാസി തന്നെ വെളിപ്പെടുത്തിയിരുന്നു. അതുപോലെ പല പ്രമുഖരും ഉദയ ഗിരിജയുടെ കൈപ്പിടിയിൽ ഉള്ളതുകൊണ്ടായിരിക്കണം ഇത്ര വലിയ നിലയിലേക്കൊക്കെ വളരാൻ അമ്പിളി എന്ന ഉദയ ഗിരിജയ്ക്ക് സാധ്യമായത്. ഒരുപക്ഷെ പിടിപാടും സ്വാധീനവും കൊണ്ട് ഈ കേസും തേഞ്ഞു മാഞ്ഞു പോയേക്കാം. എന്നാലും അമ്പിളിയിൽ നിന്ന് ഉദയ ഗിരിജയിലേക്കുള്ള അവരുടെ യാത്ര അവിശുദ്ധ ബന്ധങ്ങൾക്കുള്ള സമ്മാനമായിരുന്നെന്ന് പലർക്കും മനസ്സിലാക്കാൻ സഹായകമായി. മാത്രവുമല്ല, ഇങ്ങനെ ഒരു വാർത്ത ഇപ്പൊ വന്നതുകൊണ്ട് തന്നെ ജീവമാതാ കാരുണ്യ ഭവനത്തിലെ പല അന്തേവാസികളെയും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുവാനും സാധിച്ചു. ചാരിറ്റിയുടെ പേരിൽ തട്ടിപ്പ് നടത്തുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ കേരളത്തിലും പുറത്തുമായിട്ട് ഇനിയുമുണ്ട്. എത്രയും വേഗം ദുരിതം അനുഭവിക്കുന്നവർക്ക് നീതി കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി ശ്രമിക്കാം.